ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയ താരിഫ്, ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് 50%. ഈ 50% താരിഫ് ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തുമ്പോൾ ലോക രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. നമുക്കറിയാം, ഡെൻമാർക്ക് രംഗത്തെത്തിയിരുന്നു. ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. സ്പെയിന്, സ്വിറ്റ്സർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഡീലുകൾ, F-35 ഡീലുകൾ റദ്ദാക്കാനുള്ള ഒരു കരാറുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നേരത്തെ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ലോകത്തുള്ള പല രാജ്യങ്ങൾ, റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങൾ, UK അടക്കം നിശബ്ദമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിൻ്റെ നമ്പർ 1 ശത്രു, ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന പോലെ അമേരിക്കയ്ക്ക് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം വളരെ വലിയ ശത്രുതയാണ് അമേരിക്കയുമായി പുലർത്തുന്നത്. ഇപ്പോൾ മെക്സിക്കോ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മെക്സിക്കോ ഈസ് ഫ്രീ ആൻഡ് സോവറിൻ. പ്രസിഡന്റ് ഷെയ്ൻ ബൗൺ refuses to bow to pressure to cut ties with Brazil and BRICS to appease the US എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഇന്ത്യയെ എങ്ങനെയാണ് താരിഫ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അതുപോലെ ബ്രസീലിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ആ ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ മെക്സിക്കോ രംഗത്തെത്തിയിരിക്കുകയാണ്. മെക്സിക്കോ പറഞ്ഞത് ബ്രസീലുമായുള്ള ബിസിനസ് മാത്രമല്ല, ഞങ്ങൾ ബ്രിക്സുമായിട്ടുള്ള യാതൊരു ഉടമ്പടികളും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ബ്രിക്സുമായിട്ടുള്ള സഹകരണം നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ദ റൈറ്റ് ടു എൻഗേജ് വിത്ത് എനി കൺട്രി ഇൻ ദ വേൾഡ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പരമാധികാരമുണ്ട്. ആ പരമാധികാരത്തിൽ ഏത് രാജ്യവുമായി കച്ചവടം ചെയ്യണം, ഏത് രാജ്യവുമായി കച്ചവടം ചെയ്യേണ്ട, ഏത് രാജ്യവുമായി ശത്രുത പുലർത്തണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഷെയ്ൻ ബോൺ പറഞ്ഞിരിക്കുന്നത്. സോവറിനിറ്റി നോട്ട് അപ്പ് ഫോർ നെഗോസിയേഷൻ. അതായത് ഞങ്ങളുടെ രാജ്യത്തെ പരമാധികാരം അത് നെഗോസിയേഷന് വയ്ക്കുന്നില്ല. അതായത് അതിനെ ഒരു വിലപേശലിന് ഞങ്ങൾ വയ്ക്കുന്നില്ല. അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നെഗോസിയേഷൻ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ നെഗോസിയേഷൻ ആരെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ട്രംപിന് ഇത്തരത്തിലൊരു ബ്ലണ്ട് മെസ്സേജ് കൊടുത്തതോടുകൂടി ലോക രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി ട്രംപിനെതിരെ സംഘടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബ്രിക്സിന് അനുകൂലമായി ലോക രാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ട്രംപിന് ഇത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ വിശകലന വിദഗ്ധരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് ബ്രിക്സിനെ ശക്തിപ്പെടുത്തുകയാണ്, ബ്രിക്സിനെ നശിപ്പിക്കാം എന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷം. കാരണം ഇന്ത്യക്കെതിരെയുള്ള താരിഫും ബ്രസീലിനെതിരെയുള്ള താരിഫും ലോക രാജ്യങ്ങളെ ബ്രിക്സിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.